നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ 14 തീയതി നടക്കാൻ പോകുന്ന KASന്റെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതായത് ഒരു വട്ടമേ KAS നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ളൂ. ആ KASന്റെ പേപ്പർ നമ്പർ 1 ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. കുറെ പേരെങ്കിലും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരിക്കും, കുറച്ചു പേര് ഇത് കണ്ടിട്ടില്ലായിരിക്കും. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് ഓരോ ഏരിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, പേപ്പർ നമ്പർ 1-നകത്ത് ഏറ്റവും കൂടുതൽ പോർഷൻ ഹിസ്റ്ററി ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെക്കൻഡ് പേപ്പറിനകത്ത് കൂടുതൽ വെയിറ്റേജ് വരുന്ന എക്കണോമിക്സിനാണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനകത്തും ഇതിനെ കൂടുതൽ പ്രാധാന്യം ഉണ്ടെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൃത്യമായിട്ട് ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ വാസ്റ്റ് ആയിട്ട് കിടക്കുകയാണ്. പല പല ടോപ്പിക്കുകൾ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കണ്ടെത്തി പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് PSC ഫോളോ ചെയ്യാത്ത ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ പറ്റില്ല. ഇവിടെ ഒന്നാമത്തെ ചോദ്യം തന്നെ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നായിരുന്നു. വരാൻ പോകുന്ന വർഷങ്ങളിലും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ആർട്ട് ആൻഡ് കൾച്ചറും അതുപോലെ തന്നെ ഏൻഷ്യൻ ഹിസ്റ്ററിയും ആയിരിക്കണം. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ടും ഓൾഡ് NCERT അതുപോലെ ഇപ്പോഴത്തെ NCERT +1 +2 6ാം ക്ലാസ് മുതലുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായിട്ട് നോട്ടെങ്കിലും വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാം നോട്ട്. അപ്പൊ ബ്രീഫ് നോട്ട് വായിച്ചിട്ട് പോകാനായിട്ട് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് ചെയ്യുക. കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് കിങ്ഡം ഹാഡ് മെട്രിയാർക്കി ഇൻ സൗത്ത് ഇന്ത്യ? ഇത് ശരിക്കും ഫൈനൽ ആൻസർ കീ വന്നപ്പം ഇത് അവോയ്ഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, അതായത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ശ്രദ്ധിക്കുക, ഇതിന്റെ ആൻസർ ഓപ്ഷൻ A പാണ്ഡ്യ എന്നുള്ളതാണ്. ഇവിടെ മെട്രിയാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, മെട്രിയാർക്കി സിസ്റ്റവും പാട്രിയാർക്കി സിസ്റ്റവും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സ്ത്രീ ഭരണം ഉള്ളതിനെ നമ്മൾ മെട്രിയാർക്കി എന്ന് വിളിക്കും, അല്ലെ? സൗത്ത് ഇന്ത്യയിൽ സ്ത്രീ ഭരണം ഉണ്ടായിരുന്ന കിങ്ഡം ഏതാണെന്നാണ് ചോദ്യം. ചില ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് അവിടെ പാണ്ഡ്യന്മാര് ഒരു കാലത്ത് മെട്രിയാർക്കി ഫോളോ ചെയ്തിരുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ചിലപ്പം ചേരാ എന്നുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ മേജർ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ പാണ്ഡ്യന്മാരാണ് മെട്രിയാർക്കി, അതായത് സ്ത്രീ ഭരണം, സ്ത്രീകളാണ് ഒരു കാര്യം ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അതാണ് മെട്രിയാർക്കി. പാട്രിയാർക്കി സിസ്റ്റം എന്ന് പറയുമ്പോൾ പുരുഷന്മാരാണ്. അപ്പൊ മെട്രിയാർക്കി ഫോളോ ചെയ്തിരുന്നത് പാണ്ഡ്യാസ് ആണെന്നാണ് പറയുന്നത്. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും ആൻസർ ഓപ്ഷൻ A ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് സ്ക്രിപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സൗത്ത് ഇന്ത്യ ബൈ അശോക? അശോകൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ക്രിപ്റ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ C ബ്രഹ്മി സ്ക്രിപ്റ്റ് ആണ്. അതുപോലെ ബ്രാഹ്മി സ്ക്രിപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 3, മാർക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളും ഏഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നാണ്. അടുത്തത് മുഗളന്മാരുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. മിഡീവൽ എൻഡ് ആണ്. മുഗൾ റൂൾ ബിഗാൻ ആൻഡ് എൻഡഡ് അറ്റ് പാനിപ്പത്ത്. മറാത്താസ് വെർ ഡിഫീറ്റഡ് ഇൻ ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഫ്രഞ്ച് റൂൾ ബിഗാൻ വിത്ത് പാനിപ്പത്ത്. ഫ്രഞ്ച് പവർ എൻഡഡ് വിത്ത് പാനിപ്പത്ത്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ B ആണ്. 2 ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ്. മറാത്താസ് വെർ ഡിഫീറ്റഡ് ഇൻ ദി തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. പാനിപ്പത്ത് യുദ്ധം, അതുപോലെ മറാത്താസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങള്, മുഗളന്മാരുടെ വരവ്, ഇതാണ് ഈ ചോദ്യം ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായി വായിക്കാം. 4, ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലിറ്ററേച്ചർ ഇൻ മിഡീവൽ ഇന്ത്യ വാസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ്. വെർണാക്കുലർ ലിറ്ററേച്ചർ മിഡീവൽ ഇന്ത്യ, അതായത് ഏത് സമയത്താണ് ഈ ഒരു വെർണാക്കുലർ ലിറ്ററേച്ചർ മിഡീവൽ ഇന്ത്യയുടെ വളർച്ച ഉണ്ടായതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു കിങ്ഡമാണ് വിജയനഗര കിങ്ഡം എന്ന് പറയുന്നത്. വിജയനഗര സാമ്രാജ്യം. അത് +2 ടെക്സ്റ്റ് ബുക്കിനകത്ത് കേരള സിലബസിനകത്തും കിടക്കുന്ന ഒരു ചാപ്റ്റർ ആണ് വിജയനഗര സാമ്രാജ്യം. അത് വായിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ C ആണ്. ഭക്തി മൂവ്മെന്റ് സെയിൻസ് എന്ന് പറയുന്നതാണ്. അതും കൃത്യമായിട്ട് +2 ടെക്സ്റ്റ് ബുക്കിനകത്ത് ഹിസ്റ്ററിയിൽ ഭക്തി മൂവ്മെന്റിനെ പറ്റിയിട്ടും സൂഫി മൂവ്മെന്റിനെ പറ്റിയിട്ടും ഒക്കെ കിടപ്പുണ്ട്. അത് വായിച്ചിട്ട് പോവുക. 5, മാർക്ക് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നിസാമുദ്ദീൻ ഔലിയ വാസ് എ കണ്ടംപററി ഓഫ് മുഹമ്മദ് തുഗ്ലക്. തുളസീദാസ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഷെയ്ഖ് സലീം ചിസ്തി. ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ A ആണ്. ഇത് മാത്രം, ഒന്ന് മാത്രമാണ് കറക്റ്റ്. അപ്പൊ ഇവിടെ നമ്മുടെ എഴുത്തുകാരെ പറ്റിയിട്ടും, അതായത് ഓരോ രാജാക്കന്മാരുടെയും കണ്ടംപററി ആയിട്ട് വരുന്ന എഴുത്തുകാര്, ബാക്കി കലാകാരന്മാരെ പറ്റിയിട്ട് കൃത്യമായിട്ട് വായിച്ചിട്ട് പോവുക. അവിടെ നിന്ന് വന്ന ചോദ്യമാണ്. അടുത്തത്, വിച്ച് റൂളർ ഓഫ് സൗത്ത് ഇന്ത്യ പ്ലാന്റഡ് ദ ട്രീ ഓഫ് ലിബർട്ടി? അത് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ്. ടിപ്പു സുൽത്താൻ ആണ്. അടുത്ത 7, മാർക്ക് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അഷ്ടപ്രധാനീസ് അസോസിയേറ്റഡ് വിത്ത് ശിവാജി. ശിവാജി വാസ് ദ ഓർഗനൈസർ ഓഫ് മറാത്ത രാജ്യ. സുൽ-ഐ-ഖുൽ വാസ് ദി ഐഡിയ ഓഫ് ശിവജി. ട്രീറ്റി ഓഫ് പുരന്ദർ ടു പ്ലേസ് വിത്ത് ശിവജി. ഇവിടെ ശിവജിയെ പറ്റിയിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ C ആണ്. ഓപ്ഷൻ C 3 ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഇവിടെ വന്നിരിക്കുന്നത് മറാത്ത രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, കിങ്ഡം, അതായത് ശിവജിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഓക്കെ ആണല്ലോ. അടുത്തത്, മുഹമ്മദ്
ഗവാൻ വാസ് ദി മിനിസ്റ്റർ ഓഫ്. എവിടുത്തെ മിനിസ്റ്റർ ആയിരുന്നു മുഹമ്മദ് ഗവാൻ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, ബഹുമനി കിങ്ഡം ആണ്. അടുത്തത് വിച്ച് റൂളർ യൂസ്ഡ് മാർബിൾ ഇൻ ഹിസ് ബിൽഡിംഗ്? എല്ലാവർക്കും ആൻസർ അറിയാം, ഓപ്ഷൻ സി ആണ്, ഷാജഹാൻ. അടുത്തത് 10, ഹൂ റോട്ട് ദ ബുക്ക് ദ നേഷൻ എ നേഷൻ ഇൻ ദ മേക്കിംഗ്? ഹൂ റോട്ട് ദ ബുക്ക് എ നേഷൻ ഇൻ ദി മേക്കിംഗ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, എസ്.എൻ. ബാനർജി. അടുത്തത് 11, വിച്ച് among the following is not a work of പണ്ഡിറ്റ് കറുപ്പൻ? പണ്ഡിറ്റ് കറുപ്പന്റെ വർക്ക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ആനന്ദ സൂത്രം. ഓക്കെ. അടുത്ത 12, കൺസിഡർ ദി ഫോളോയിങ് പെയർ. ഓർഗനൈസേഷൻ കൊടുത്തിട്ടുണ്ട്, ഫൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇതിനകത്ത് കറക്റ്റ്ലി മാച്ച് ആയിട്ടുള്ളത്? വിദ്യാഭൂഷണി, ആനന്ദ മഹാസഭ, സഹോദരൻ അയ്യപ്പൻ, വാഗ്ഭടാനന്ദനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഏതൊക്കെ പേയേഴ്സ് ആണ് കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം. 13, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. She was nominated to Cochin Legislative Assembly to advise about Nambudiri Bill. She was an elected member of Malabar District Board. She was related with the Paliyam Satyagraha. She wrote the book Agalathiruttu. അപ്പൊ ഇത്രയും ഒരാളെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആരെ പറ്റിയിട്ടാണ്? ആര്യ പള്ളത്തിനെ പറ്റിയിട്ടാണ്. ഈ ആര്യ പള്ളത്തിനെ പറ്റിയിട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് കറക്റ്റ്, ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1, 2, 3 അദ്ദേഹത്തെ പറ്റിയിട്ടാണ്, ആര്യ പള്ളത്തെ പറ്റിയിട്ടാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫീമെയിൽ ആയിട്ടുള്ള ഫ്രീഡം സ്ട്രഗിൾ മൂവ്മെന്റ്സിന്റെ ഡീറ്റെയിൽസും അവരെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡേറ്റാസും ആണ്. റിനൈസൻസ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അതും കൃത്യമായിട്ട് പഠിക്കാം. 14, വിത്ത് ദ റെഫറൻസ് ടു ദ കൊച്ചിൻ നായർ ആക്ട് ഓഫ് 1937-38 കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കൊച്ചിൻ നായർ ആക്ട് 1937-38 it abolished മരുമക്കത്തായം and joint families. It prohibited the marriage of a female less than 16 years of age and male less than 21 years of age. It also prohibited the practice of polygamy. ഇതിനകത്ത് ഏതൊക്കെയാണ് ഇതിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അപ്പം കൊച്ചിൻ നായർ ആക്ട് 1937-38. Name the former Chief Minister of Kerala who got the opportunity to become the member of Cochin Prajamandal, Tirukkochi, Kerala Legislative Assembly and Rajyasabha. Kerala history ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി തന്നെ ഈ പറഞ്ഞ പോയിന്റ്സ്, ഇപ്പൊ മോളിൽ പറഞ്ഞ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും ഒക്കെ പഠിച്ചിട്ട് പോവുക. ഇതിനകത്ത് കൊച്ചിൻ പ്രജാമണ്ഡലിലും തിരുക്കൊച്ചിയിലും കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും രാജ്യസഭയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കേരള ചീഫ് മിനിസ്റ്ററിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, സി അച്യുത മേനോൻ. 16, the Kerala Panchayati Raj Bill 1994 was passed by the Assembly during the tenure of which Minister of Local Administration? ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, CT അഹമ്മദ് അലി. 17, റിഗാർഡിംഗ് ദി സെക്കൻഡ് കോയലീഷൻ മിനിസ്റ്റർ ഓഫ് EMS നമ്പൂതിരിപ്പാട് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ തൂക്ക് മന്ത്രിസഭയെ പറ്റിയിട്ടാണ് EMSന്റെ ചോദിച്ചിരിക്കുന്നത്. മിനിസ്ട്രി ടു ഓഫീസ് ഇൻ ദ ഇയർ ഓഫ് 1966. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് CPIM, CPIN മുസ്ലിം ലീഗ്, RSP കർഷക തൊഴിലാളി പാർട്ടി ആൻഡ് കേരള സോഷ്യലിസ്റ്റ് പാർട്ടി. CH മുഹമ്മദ് കോയ വാസ് ദ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ. ഈ സമയത്തെ തൂക്ക് മന്ത്രിസഭ കൃത്യമായിട്ട് പഠിക്കുക. അവിടുത്തെ സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം 2ഉം 3ഉം ശരിയാണ്. 18, the person who resigned from the Aika Kerala committee with the belief that state headed by a Raja Prabhu will not be helpful to the formation of democratic state. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, K. കേളപ്പൻ. Which among the following political party participated in the വിമോചന സമരം? കേരളത്തിലെ വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ടത് കേരളത്തിലെ റിനൈസൻസ് മൂവ്മെന്റ്, ഫ്രീഡം സ്ട്രഗിൾ മൂവ്മെന്റും ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് പോവുക, നോട്ടെങ്കിലും വായിച്ചിട്ട് പോവുക. ആരൊക്കെയാണ് വിമോചന സമരത്തിൽ പങ്കെടുത്തിരുന്ന പാർട്ടീസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, ബോത്ത് ഓഫ് ദി എബോവ്, അതായത് PSPയും RSPയും പങ്കെടുത്തു. 20, name the first MLA who lost the seat as a result of a court order. കോർട്ട് ഓർഡറിന്റെ ഭാഗമായിട്ട് MLA സ്ഥാനം നഷ്ടപ്പെട്ടത് ആരാണ്? ആദ്യമായിട്ട് MLA സ്ഥാനം നഷ്ടപ്പെട്ടത് ഓപ്ഷൻ ഡി ആണ്, റോസമ്മ പുന്നൂസ് ആണ്. 21, which one of the following event is related with the Second World War period? സെക്കൻഡ് വേൾഡ് വാർ പീരീഡുമായിട്ട് ബന്ധപ്പെട്ട ഇവന്റ് ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ മാത്രം ഞാൻ പറയാം, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ ശീത സമരവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തിയപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. ഏതാണ് ബന്ധപ്പെട്ട സമരമെന്ന് കാര്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഏതാണ് അല്ലാത്തതെന്ന് എഴുതാൻ പറ്റൂ. തൊട്ട് താഴത്തെ ചോദ്യവും ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടാണ്. സെക്കൻഡ് വേൾഡ് വാറുമായിട്ടും ശീതയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കുറെ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. നാറ്റോ, സീറ്റോ, അല്ലെ, സിയാൻഡോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് സംഘടനകൾ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ. കൺസിഡർ ദി ഫോളോയിങ് പെയർ. നാറ്റോ, സീറ്റോ, നാമ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രമാണ്.
ബാക്കിയെല്ലാം തെറ്റാണ്. അടുത്ത, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. The process of viceroy of anti-colonial struggle and achievement of freedom by colonials came to be known as decolonization. These struggles were won only by means of force and violence. Anti-colonial struggle achieved their first success in Africa and then in Asia. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, കോളനീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ഒന്ന് മാത്രം ശരി. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ് ചോദ്യം. നിങ്ങൾ പറഞ്ഞു ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാറും ശീതയുദ്ധവും പഠിച്ചിട്ട് പോവുക. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ടു സെക്യൂർ സോഷ്യൽ ജസ്റ്റിസ്. International Legal Organization, Labour Organization was a part of Treaty of Versailles of 1990. The ILO became the first specialized agency of UN in 1946. India is a founder member of ILO. ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റുകൾ ശരി? ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. അടുത്ത 25, the reference to the consequence of the industrial revolution, which of the following statement is or are correct? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കോൺസിക്വൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1ഉം 3ഉമാണ് കറക്റ്റ്. 26, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 1, ഗ്ലോബലൈസേഷൻ ഇസ് an ongoing process starting from the dawn of civilization. 2, some scholars find origins of globalization in the expansion of imperialism in Asia and Africa by European powers. 3, globalization came about with the revolution in transport and communication technologies during 19th and 20th century. The force of globalization was increasingly felt only in 1970s. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലോബലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഗ്ലോബലൈസേഷൻ നമ്മുടെ LPG കൃത്യമായിട്ട് വായിച്ചിട്ട് പോവുക. LPGയുമായിട്ട് ബന്ധപ്പെട്ട നെറ്റ് സെർച്ച് ചെയ്ത് തന്നെ കിട്ടുവാണെങ്കിൽ അതേ പോയിന്റ്സ് തന്നെ UPSC മെറ്റീരിയൽ തന്നെ വായിച്ചിട്ട് പോവുക. +2 ടെക്സ്റ്റ് ബുക്ക് മാത്രം റെഫർ ചെയ്യേണ്ട. 27, with reference to the industrial revolution in England, which of the following statement is correct? ഇവിടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, സെക്കൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാർ, ശീതയുദ്ധം, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. കോളനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ഈ ഏരിയ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വെച്ചത് തന്നെ. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. മാനുഫാക്ചറിംഗ് മെത്തേഡ് ഓൾസോ ചേഞ്ച് ദ മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ. 28, വിത്ത് റെഫറൻസ് ടു ദ പൊളിറ്റിക്കോ എക്കണോമിക് തിയറി ഓഫ് കമ്മ്യൂണിസം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? ഇന്നത്തെ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ്. കോൾമാക് ഷോഡ് ദാറ്റ് ദ മെറ്റീരിയൽ ബേസിസ് ഓഫ് ലൈഫ് നെവർ ഡിറ്റർമൈൻ ദ നേച്ചർ ഓഫ് സൊസൈറ്റി. 29, വിത്ത് റെഫറൻസ് ടു കോളനൈസേഷൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? ഇവിടെയും കോളനൈസേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി ആണ്. In colonial India, agriculture had no capitalist element. 30, with reference to the resolution on party plan of Palestine state of 1947, which one of the following statement is correct? അപ്പൊ ഇന്ത്യ പാക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ ഇപ്രാവശ്യം പഠിച്ചിട്ട് പോവുക. ഇവിടെ പാർട്ടീഷൻ പ്ലാൻ ഓഫ് പാലസ്റ്റൈൻ സ്റ്റേറ്റ് ആണ് 1947. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. ഇവിടെ ആഫ്റ്റർ ദ റെസൊല്യൂഷൻ എ സിവിൽ വാർ ബ്രോക്ക് ഔട്ട് ആൻഡ് പ്ലാൻ വാസ് നോട്ട് ഇംപ്ലിമെന്റഡ്. 31, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇൻ കേരള മെഗാലിത് അതായത് ഇവിടെ നിങ്ങൾ +2 ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. +2 ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഈ നമ്മുടെ ശിലായുഗത്തെ പറ്റിയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിലെ തന്നെ കാര്യം കിടപ്പുണ്ട്. കേരള ഹിസ്റ്ററി എടുത്ത് വെച്ച് നോക്കണം. അതിൽ നിന്ന് വന്നൊരു ചോദ്യമാണിത്. Megalithic burial sites, iron objects and pottery are the main item found from megalithic burials in Kerala. Pattanam is a megalithic burial site. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് അല്ലാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. 3 മാത്രം കറക്റ്റ് അല്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് മെഡിസിൻ ഇൻ കേരള? മെഡിസിൻ ഇൻ കേരളയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. പ്രാഗ്രിയ സർവസ്വം. ബാക്കിയെല്ലാം അഷ്ടാംഗ ശരീരം, പ്രയോഗ സമുച്ചയം, മാതംഗലീല, ഇതിനകത്തൊക്കെ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്. 33, വിത്ത് റെഫറൻസ് ടു ദ ടെമ്പിൾ ആർക്കിടെക്ചർ ഓഫ് കേരള, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കേരളത്തിലെ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് അത് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 3 മാത്രം കറക്റ്റ് അല്ല. വിമാന ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് കേരള ടെമ്പിൾ എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് അല്ല. ബാക്കി 2 ശരിയാ. കൂത്തമ്പലം ഇമ്പോർട്ടന്റ് ഫീച്ചർ അല്ലേ? പല്ലവ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ നമ്മുടെ കേരളത്തില് ഇൻഫ്ലുവൻസ്ഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആണ്. വിമാനം നമ്മുടെ അല്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അതൊരു ചെറിയൊരു പോർഷൻ ആയിട്ട് ക്ലാസ് പോലെ വേഗത്തിൽ എടുത്തു തരാം. 34, കൺസിഡർ ദി ഫോളോയിങ്. മാമ്പള്ളി കോപ്പർ പ്ലേറ്റ് ഓഫ് ശ്രീ വല്ലഭൻ കോട്ട ഈസ് എ ഫസ്റ്റ് റെക്കോർഡ്. മാമ്പള്ളി ശാസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നിന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ്. ഓക്കെ.
35 കുറച്ച് വർക്കും അതിന്റെ ഓതേഴ്സിനെയും കൊടുത്തിട്ടുണ്ട്, എഴുത്തുകാരെയും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദ്യം. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. കോകില സന്ദേശം, ആശ്ചര്യ ചൂടാമണി, ഭാഷാ ഷഡ്പതി എന്ന് പറയുന്ന 3 വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഓരോരുത്തരുടെയും പേരും കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം ആണ്. മൂന്നാമത്തെ തെറ്റാണ്. 36 വിച്ച് എമംഗ് ദി ഫോളോയിങ് പാലസ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് മ്യൂറൽ പെയിന്റിംഗ്. അതെല്ലാവർക്കും അറിയാം. ഗജേന്ദ്ര മോക്ഷ മ്യൂറൽ പെയിന്റിംഗ് ഉള്ളത് കൃഷ്ണപുരം പാലസിലാണ്, കായംകുളം കൃഷ്ണപുരം. വിത്ത് റെഫറൻസ് ടു കാസ്റ്റ് സിസ്റ്റം ഇൻ കേരള കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കാസ്റ്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട്, ജാതി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. മണ്ണാപ്പേടി, പുലപ്പേടി were abolished by Sri Kerala Varma of Wayanad by issuing an order. Shankara Smriti is a text dealing with the caste rules and practices. Chanar agitation was a caste movement. ഇത് ആൻസർ എളുപ്പത്തിൽ കിട്ടുന്നതാണ്, ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 38. രേവതി പട്ടംദാനം was an annual scholarly assembly patronized by Samuri of Calicut. കടന്നിരിക്കൽ is an important aspect of രേവതി പട്ടംദാനം. അതുപോലെ ഹെഡ് ഓഫ് പയ്യു ഫാമിലി വാസ് ചീഫ് ജസ്റ്റിസ് ഓഫ് രേവതി പട്ടംദാനം. ഇവിടെ രേവതി പട്ടംദാനം എന്ന് പറയുന്ന ആ ഒരു ചടങ്ങിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. 39 വിത്ത് റെഫറൻസ് ടു ദ എവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദ വേർഡ് ജനൽ came to the Malayalam language from Portuguese. Diwan is a word that came from the Malayalam from Arab language. സമക്ഷേപ വേദാർത്ഥം is the first printed, സംക്ഷേപ വേദാർത്ഥം ഉദ്ദേശിക്കുന്നത്, ഞാൻ വായിക്കുമ്പോൾ തെറ്റുന്നുണ്ട്, is the first printed book in മലയാളം. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 40. കൺസിഡർ ദി ഫോളോയിങ്. പ്രാണഹിത is a system of astronomy existed in Kerala. കഥാപയാടി system is an employed letter to denote numbers. ലഘു ഭാസ്കരീയ വ്യാഖ്യ is an astronomical work. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. 41 വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രൈവറ്റ് ബിൽ ഇൻ ഇന്ത്യൻ പാർലമെന്റ് ഈസ് നോട്ട് കറക്റ്റ്. പ്രൈവറ്റ് ബില്ലിനെ പറ്റിയിട്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഏതാണ് ശരിയല്ലാത്തത്? പ്രൈവറ്റ് ബില്ലാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, ഇറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ഇൻ ദ ഹൗസ് റിക്വയർ 7 days നോട്ടീസ്. ഏതാണ് കറക്റ്റ് അല്ലാത്തത്? അപ്പൊ ഇത് 3ഉം കറക്റ്റ് ആണ് പ്രൈവറ്റ് ബില്ലിനെ പറ്റിയിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 42. ഫെഡറലിസം ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഓപ്ഷൻ എ 1ഉം 3ഉം 4ഉം ആണ് ആൻസർ. അടുത്തത് കൺസിഡർ ദി ഫോളോയിങ് ഡിഫറെന്റ് ഷെഡ്യൂൾസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് കറക്റ്റ്ലി മാച്ച്ഡ്? ഫസ്റ്റ് 5th ഷെഡ്യൂൾ, 6th ഷെഡ്യൂൾ, 9th ഷെഡ്യൂൾ, 10th ഷെഡ്യൂൾ. ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ശരി. 1ഉം 3ഉം ശരിയാണ്. 5th ഷെഡ്യൂള് അതുപോലെ 9th ഷെഡ്യൂളും ശരിയാണ്, ബാക്കിയെല്ലാം തെറ്റാണ്. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റിംഗ് ടു റൈറ്റ് ടു പ്രോപ്പർട്ടി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നോട്ട് കറക്റ്റ് ടുഡേ. അപ്പൊ നമുക്കറിയാം നേരത്തെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു, ഇപ്പൊ അത് മാറി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ കാലത്തെ കാര്യമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. ഇൻ കേസ് ഓഫ് വയലേഷൻ ദ അഗ്രീഡ് പേഴ്സൺ കനോട്ട് മൂവ് ദ ഹൈക്കോർട്ട് അണ്ടർ ദ ആർട്ടിക്കിൾ 226. അത് മാത്രം തെറ്റ്. 45 in India a bill is not to be deemed to be a money bill if it contains provision for dash. ആൻസർ ഓപ്ഷൻ ബി ആണ്, മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട. 46 വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ദ ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇവിടെ മണി ബില്ല് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷനെ പറ്റിയിട്ടാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ദ ഇലക്ടറൽ കോളേജ് ഇൻക്ലൂഡ് ദ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. 47 വിച്ച് വൺ ഓഫ് ദി among the following is added to the fundamental duties through the 86th Amendment Act of 2002 of the Indian Constitution. ഇതിനകത്ത് 86ാം അമെന്റ്മെന്റ് ആക്ട് 2002 പ്രകാരം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് ആഡ് ചെയ്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്. 48 ഇവിടെ കുറച്ച് കമ്മിറ്റീസ് കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്ത് മാച്ച് ചെയ്യാനുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ പേയേഴ്സ് ആണ് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം ആണ് കറക്റ്റ്. സ്വരൻ സിംഗ് കമ്മിറ്റി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി 3-tier സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 49 which writ among the following is command issued by the court to a public official asking him to perform his official duties that he has failed or refused to perform, which can also be issued against any public body, a corporation, an inferior court, a tribunal or government for the same purpose. Answer option B ആണ്, mandamus. ഇവിടെ റിട്ട് കൃത്യമായിട്ട് പഠിക്കുക. 50 consider the powers of Lok Sabha and Rajya Sabha in the Indian Parliament. Which of the following statement is not correct? ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അല്ലാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 51 which among the following is called Indian federalism a cooperative federalism. ഇതിനകത്ത് ആരാണ്
ഇന്ത്യൻ ഫെഡറലിസത്തെ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, ഗ്രാൻവിലെ ഓസ്റ്റിൻ ആണ്. അടുത്തത് 52. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. അത് കൃത്യമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിച്ചിട്ട് പോവുക, അവിടെ നിന്ന് കിട്ടുന്ന ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലാത്തത്, ബാക്കിയെല്ലാം ശരിയാണ്. അടുത്തത് ഈ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർ ഇൻക്യൂരിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഹാവിംഗ് നോ ബൈൻഡിംഗ്നെസ് ഇൻ സബ്സീക്വന്റ് ഡിസിഷൻസ്. 54. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഓഫ് ദി ഡോക്ട്രൈൻ ഓഫ് നെസസിറ്റി ആസ് അപ്ലൈഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഹിയറിംഗ്? ഓപ്ഷൻ എ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ നോട്ട് ബേസ്ഡ് ഓൺ എ സൗണ്ട് നെസസിറ്റി ഈസ് justiciable. 55. ഇൻ ഓർഡർ ടു ഫോം എ ന്യൂ സ്റ്റേറ്റ് വിച്ച് ഷെഡ്യൂൾ? ഏത് ഷെഡ്യൂൾ ആണ് പുതിയൊരു സ്റ്റേറ്റ്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് അമെന്റ് വരുത്താനുള്ളത്? ഓപ്ഷൻ ഡി ആണ്, ഫസ്റ്റ് ഷെഡ്യൂൾ ആണ് അല്ലെ. ഒരാളെ ആഡ് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഷ, ഇതൊക്കെ വരുന്നത് ഫസ്റ്റ് ഷെഡ്യൂൾ. 56. ആസ് പെർ ദ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 എ വീക്ക് മീൻസ് എ പീരീഡ് ഓഫ് 7 days ബിഗിനിങ് അറ്റ് ദ മിഡ് നൈറ്റ് ഓഫ് എവിടെ? അതായത് ഒരു വീക്ക് എന്ന് പറയുമ്പോൾ എവിടെ തുടങ്ങണം, 7 daysനകത്ത് എവിടെ തുടങ്ങണം എന്നാണ്? ഓപ്ഷൻ സി ആണ്, സാറ്റർഡേ. അടുത്ത റെസസ് അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്കീംസ് മീൻസ്, ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്കീമിന് അത് റെസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഇന്റർവെൽ ബിറ്റ്വീൻ പ്രൊപ്പഗേഷൻ ഓഫ് പാർലമെന്റ്, prorogation of parliament and its reassembly in new section. 58. Match the provision in the Indian constitution with the country from which it is adopted in the list of. ഇവിടെ കുറച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ എവിടെ നിന്ന് ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്നാണ്? സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി, മെത്തഡ് ഓഫ് ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്, റെസിഡ്യൂവൽ പവർ, അമെന്റ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതൊക്കെ രാജ്യത്തു നിന്നാണെന്ന് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. അടുത്തത് 300A ആർട്ടിക്കിൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. മുമ്പ് നമ്മൾ പ്രോപ്പർട്ടി പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യമാണ് ഓപ്ഷൻ എ, പ്രൈവറ്റ് പ്രോപ്പർട്ടി അഗൈൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് നോട്ട് അഗൈൻസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ. അടുത്തത് എക്സ് കട്ട് എ മാംഗോ ട്രീ ഇൻ എ ഗവൺമെന്റ് ലാൻഡ് ആൻഡ് സെൽ ദ വുഡ് ഫോർ മണി. ഹി ഈസ് ലയബിൾ അണ്ടർ ദ കേരള ലാൻഡ് കൺസർവേൻസി ആക്ട് വിത്ത്. അതായത് ഒരാള് ഗവൺമെന്റ് ലാൻഡിൽ നിന്ന് മാംഗോ ട്രീ വെട്ടിയിട്ട് പൈസക്ക് വിറ്റു, അങ്ങനെയാണെങ്കിൽ ഈ ആക്ട് പ്രകാരം എന്താണ് ശിക്ഷ വരുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് കേട്ടോ. Damage of 3 times the value of tree and fine 500 or punishment of imprisonment extending to 6 months. 61. As per the Indian Constitution, the essential qualification to become a chief election commissioner. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്നും ശരിയല്ല. ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമ്മളെല്ലാം പറയുന്നത് എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്. 62. Which of the following is not a true with regard to Indian reservation to the provision of Convention of Elimination of all forms of discrimination against women? ഇവിടെ പറഞ്ഞിരിക്കുന്നതിനകത്ത് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. അടുത്ത 63. Which of the following is not one of the core value of public administration? പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കോർ വാല്യൂ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ബ്യൂറോക്രസി. Entropy is a law of nature which all forms of organization move towards. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ, disorganization and death. 65. Under the Indian Constitution, the residuary power are vested in. Residuary power ആർക്കാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി, സെന്ററിനാണ്. The process of transmitting the idea of thought into meaningful symbol is called. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, എൻകോഡിംഗ്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ഓഫ് കമാൻഡിനെ വയലേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഇവിടെ ആൻസർ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ ഇതിന്റെ ആൻസർ ഞാൻ പറയാം, ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആണ് ആൻസർ. കാരണം ഈ ഒരു യൂട്ടിലിറ്റി ഓഫ് കമാൻഡ്, ഇവിടെ യൂട്ടിലിറ്റി എന്നല്ല യൂണിറ്റി ഓഫ് കമാൻഡ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ വരേണ്ടത്, അതുകൊണ്ടാണ് ഇവർ ഡിലീറ്റ് ചെയ്തത്. യൂണിറ്റി ഓഫ് കമാൻഡിന് വയലേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ. ഇപ്പൊ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസിക്കൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുകളിൽ ഒരു ബോസും താഴോട്ട് തൊഴിലാളികളും, അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഒറ്റ ഒരാളുടെ കമാൻഡ് മാത്രം കേട്ടാൽ മതി. അതിന്റെ പ്രിൻസിപ്പിളെ വയലേറ്റ് ചെയ്യുന്ന അപ്പൊ എന്തായിരിക്കും? ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആണ് അതിനെ വയലേറ്റ് ചെയ്യുന്നത്. കാര്യം എന്താ? ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ പല മാനേജേഴ്സ്, ഇപ്പം മാർക്കറ്റിംഗ്, HR, അങ്ങനെ കുറെ ഓർഗനൈസേഷൻസ് വരുന്നു. അതിന്റെ ഒക്കെ അണ്ടറിൽ മാനേജേഴ്സ് ഉണ്ട്. അവർ പറയുന്ന എല്ലാം തന്നെ തൊഴിലാളികൾ കേൾക്കേണ്ടി വരും. അപ്പൊ യൂണിറ്റി കമാൻഡിനകത്ത് വരത്തില്ല. അപ്പൊ യൂണിറ്റി കമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു കമാൻഡ് ചെയ്യാൻ ഒരു വ്യക്തി, അതിന്റെ താഴോട്ട് ബാക്കി എല്ലാവരും. ബാക്കി ഈ പറയുന്ന മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ, ബ്യൂറോക്രാറ്റിക്കും പ്രോഡക്റ്റ് ഓർഗനൈസേഷനും ഒക്കെ അതിനകത്ത് വരും, പക്ഷെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ അതിനകത്ത് വരത്തില്ല. അടുത്തത് ദ ഫസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ അറ്റ് എവിടെയാണ്? ഓപ്ഷൻ എ, ചെന്നൈയിലാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഗുഡ് ഗവേണൻസ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഗുഡ് ഗവേണൻസിന്റെ ഫീച്ചർ അല്ലാത്തത്. നല്ല ഗവേണൻസ് ആണെങ്കിൽ എന്ത് വേണം?
എന്ത് വേണം? ട്രാൻസ്പെറൻസി വേണം, അക്കൗണ്ടബിലിറ്റി വേണം, റൂൾ ഓഫ് ലോ. നെപ്പോട്ടിസം പാടില്ല. ലീഡേഴ്സ് ആർ ബോൺ ആൻഡ് നോട്ട് മെയ്ഡ് ഇസ് എ പെർസെപ്ഷൻ ബേസ്ഡ് ഓൺ. അതൊരു തിയറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ലീഡേഴ്സ് ആർ ബോൺ നോട്ട് മെയ്ഡ്. ഇതൊന്ന് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. ട്രെയ്റ്റ് തിയറി ഓഫ് ലീഡർഷിപ്പ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 70 ചോദ്യം ജി കെയുമായിട്ട് ബന്ധപ്പെട്ട. ഞാൻ പറഞ്ഞു നിങ്ങൾക്കിത് ആ ഒരു ഏരിയ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏരിയ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ ഏരിയാസ് ഒക്കെ ഒന്നും കൂടെ വായിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.